ഇത് ഒരു പാർട്ടിക്കാരിൽ നിന്ന് മാത്രം ഇത്തരത്തിൽ മോശം കമൻസ് ഇടുമ്പോൾ നമ്മൾ ആ പാർട്ടിയും കൂടെയാണ് മോശമായിട്ട് കാണുന്നത്. സ്ത്രീകളെ ബഹുമാനിക്കുന്നു, സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം എന്ന് പറയുന്ന നിങ്ങളുടെ കമൻസ് ആണ് വളരെ മോശമായിട്ട് വരുന്നത്. നിങ്ങൾ കേരളത്തിലുള്ള ഒരു BJPയുടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വളർച്ച എന്ന് പറയുന്നത് അത് നമുക്ക് ഒരിക്കലും നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. 34 സീറ്റാണ് കഴിഞ്ഞ തവണ. എതിരാളിയുടെ ബലം കണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, അല്ലാതെ വായിലൂടെ ഉള്ള ഈ അളിഞ്ഞ സംസാരമല്ല നമുക്ക് വേണ്ടത്. നമ്മൾ പ്രവർത്തനത്തിലൂടെ അവരോട്. ചേച്ചി നമസ്കാരം. നമസ്കാരം ചേച്ചി, നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ്. ഇപ്പൊ നമുക്ക് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതിനു വേണ്ടിയിട്ട് നമ്മുടെ കേരളം ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞ എങ്ങും പോസ്റ്ററും ഫ്ലക്സും മാത്രമേ ഉള്ളൂ. അതെ, അതില്ല. അല്ലാണ്ട് ഇപ്പം നല്ല രീതിയിലുള്ള പ്രചാരണങ്ങളെല്ലാം തുടങ്ങി കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു അവസ്ഥ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ചേച്ചി നടക്കാൻ പോകുന്നത്. പോരാട്ടം. നമ്മൾ 2-3 പബ്ലിക് ഒപ്പീനിയൻ എടുത്തപ്പോൾ അവർ പറയുന്നത് കോൺഗ്രസ് ഉണ്ടെന്ന്. പക്ഷെ എൻ്റെ ഒരു ഇതിൽ കോൺഗ്രസ് വലിയ രീതിയിൽ വരുന്നില്ല. ചേച്ചിക്ക് എന്താ തോന്നുന്നത്? കാരണം കഴിഞ്ഞ ഒരു തവണത്തെ ഒരു അവസ്ഥ എടുത്ത് നോക്കി കഴിഞ്ഞാൽ BJP സെക്കൻഡ് സ്ഥാനവും നമ്മുടെ ഭരണം കൊണ്ടുപോയത് CPM ആയിരുന്നു. അതില്ല, നമ്മൾ ഈ പറയുമ്പോൾ സാധാരണക്കാരായ ആൾക്കാർ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. നമ്മളിതിപ്പോൾ ഒരു പാർട്ടിയുടെ പക്ഷത്ത് ചേർന്ന് സംസാരിക്കുകയോ ഒന്നുമല്ല. നമ്മളൊരു പത്രക്കാരാണ്. അതെ, നമ്മൾ വാർത്തകളുമായിട്ട് ഇടപെടുമ്പോൾ നമുക്ക് എന്താണോ കൂടുതൽ പോസിബിലിറ്റി മാത്രമല്ല നടക്കാൻ പോകുന്നത് എന്തായിരിക്കും നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ. മാത്രമല്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായമല്ല ഇത് പറയുന്നത്. നമുക്കൊരു പാർട്ടിയോ അല്ല, എല്ലാ പാർട്ടിക്കാരും നമുക്ക് ഒരുപോലെയാണ്. ഒരു പാർട്ടിയോടും പക്ഷം ചേർന്ന് പറയുന്നതല്ല. പക്ഷേ പത്രക്കാരായ നമുക്ക് എല്ലാവരെയും നെഗറ്റീവും പോസിറ്റീവും പറയണം. ഇത് നമ്മൾ പറയുന്നതല്ല, ജനങ്ങൾ പറയുന്നത് നിങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ അതിനെ കാണുന്നത് നമ്മളെന്തോ പക്ഷം ചേർന്ന് ഏതോ പക്ഷ ഇതിൽ സംസാരിക്കുകയാണെന്ന്. ആ ചിന്താഗതി നിങ്ങൾ മാറ്റേണ്ടതാണ്. കാരണം നമ്മൾ സംസാരിക്കുന്ന വാക്ക് നിങ്ങൾ ഓരോരുത്തരും പ്രതികരണം അയക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, അത് നിങ്ങളുടെ നിലവാരത്തിനെയാണ് കാണിക്കുന്നത്. സ്ത്രീകളെ ബഹുമാനിക്കുക. ഇപ്പോൾ എടുത്ത് പറയാൻ കാരണം നമ്മൾ 1-2 നമ്മുടെ ഇതിൽ കമൻറ്റ്സ് വന്നതിനെക്കുറിച്ച് ഞാൻ പറയുകയാണ്. നമ്മൾ ഈ പറയുന്നത് രാഷ്ട്രീയ ചർച്ച പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് ഒപ്പീനിയൻ അല്ല. ആളുകൾ എന്താണോ പറയുന്നത് അതാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഒരിക്കലും ഞങ്ങൾക്കായിട്ട് ഞങ്ങൾ പേഴ്സണലി ഞങ്ങൾക്ക് അഭിപ്രായം പറയണമെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും. നിങ്ങളെപ്പോലെ തന്നെ അവകാശം ഞങ്ങൾക്കും ഉണ്ട്. ഇവിടെ നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും തുല്യ അവകാശമാണ്. ആർക്കും അവകാശങ്ങളൊന്നും കൂടുതൽ കുറവൊന്നും തന്നിട്ടില്ല. പിന്നെ ഭരിക്കുന്ന പാർട്ടിയെ സപ്പോർട്ട് ചെയ്യണം, വേറൊരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യരുതെന്ന് പറയാനുള്ള ഇതൊന്നും നിങ്ങൾക്കില്ല. തെറ്റ് ചെയ്യുന്നത് ആരാണെങ്കിൽ അത് അവരെ പറഞ്ഞിരിക്കും. നമുക്കിപ്പോൾ ഇടതുപക്ഷം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് പറയുന്നുണ്ട്, വലതുപക്ഷം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയുന്നുണ്ട്, BJP ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഒരു പാർട്ടിക്കാരിൽ നിന്ന് മാത്രം ഇത്തരത്തിൽ മോശം കമൻസ് ഇടുമ്പോൾ നമ്മൾ ആ പാർട്ടിയും കൂടെയാണ് മോശമായിട്ട് കാണുന്നത്. അത് നിങ്ങൾ കാണുക, മനസ്സിലാക്കുക. കാരണം നമ്മൾ പലതിലും നമ്മൾ BJPയെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, അവരുടെ മോശം കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പിന്നെ നമ്മളത് പറയുന്നുണ്ട്. പക്ഷേ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഞങ്ങളിപ്പം BJPയുടെ ഒരു വീഡിയോ എടുത്തറിയാം, പകുതി പേര് ചിലപ്പം BJP ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്, പകുതി പേര് BJP സപ്പോർട്ട് ചെയ്യാത്തവരാണ്. ഞങ്ങൾ അവരെയൊന്നും കട്ട് ചെയ്ത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്നതിൽ ഇപ്പം നമ്മൾ പക്ഷം ചേർന്ന് പറയാനല്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞാലും വിഷയമല്ല. കാരണം BJPയിലുള്ള ഒരൊറ്റ മനുഷ്യർ പോലും അനാവശ്യമായിട്ട് മോശമായിട്ട് ഒരു മെസ്സേജ് അയക്കുന്നില്ല. സ്ത്രീകളെ ബഹുമാനിക്കുന്നു, സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം എന്ന് പറയുന്ന നിങ്ങളുടെ കമൻസ് ആണ് വളരെ മോശമായിട്ട് വരുന്നത്. നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സംസാരിക്കുക. മെസ്സേജ് ഇടാൻ എല്ലാവർക്കും സാധിക്കും, ഒളിച്ചിരുന്ന് മെസ്സേജ് ഇടാൻ എല്ലാവർക്കും സാധിക്കും. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു സ്ത്രീ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ചർച്ചയിലൂടെ നിങ്ങളിലോട്ട് വരുമ്പോഴോ നിങ്ങൾ അതിലെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കൂ. അയക്കുന്ന മെസ്സേജുകൾ ആരോഗ്യപരമായിട്ടുള്ള മെസ്സേജുകൾ അയക്കൂ. നിങ്ങൾ അയക്കുന്ന ഈ വൾഗർ മെസ്സേജ് കാണുമ്പോഴത്തേക്ക് നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ പാർട്ടിയും കൂടെയാണ് ഞങ്ങൾ നിലവാരത്തിൽ കാണുന്നത്, ആ നിലവാരത്തിലോട്ട്. അപ്പം നിങ്ങളെപ്പോലുള്ളവരാണ് പാർട്ടിയെ ശരിക്കും നിലവാരമില്ലാത്തതും മോശക്കാരാക്കുന്നതും നിങ്ങളാണ്, അല്ലാതെ ഞങ്ങളല്ല. ഞങ്ങൾ പാർട്ടിയെക്കുറിച്ച് അനാവശ്യമായിട്ട് പറയുന്നില്ല, ഒരു പാർട്ടിക്കാരെ കുറിച്ച് ഞങ്ങൾ അനാവശ്യം പറയുന്നില്ല. പക്ഷേ അനാവശ്യ കമൻസുകളിലൂടെ പറയുമ്പോൾ നിങ്ങളുടെ പാർട്ടിയാണ് മോശമാക്കുന്നത്. അപ്പം നിങ്ങളാണ് പാർട്ടിയെ ഇല്ലാതാക്കുന്നത്, ഞങ്ങളല്ല. അപ്പോൾ അതൊന്നും ആദ്യം ഒന്ന് നിങ്ങളോട് പറയണമായിരുന്നു. കാരണം നമ്മൾ കമൻസുകൾ പലതും വായിക്കുന്നുണ്ട്, പലതും നിങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ചായിരിക്കാം നിങ്ങൾ മെസ്സേജ് ഇടുന്നത്. പക്ഷേ ഇത് പബ്ലിക് കാണുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് നിങ്ങളുടെ പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടിയെ വിരൽ ചൂണ്ടും. അതിന് നിങ്ങളാണ് അവസരം ഒരുക്കി കൊടുക്കുന്നത്. അപ്പം മേലിൽ മെസ്സേജുകൾ ഇടാം, അത് ആർക്കും
ആരും ഒന്നും പറയുന്നില്ല. പക്ഷേ മെസ്സേജ് ഇടുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മര്യാദയും മാന്യതയും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത്തരം നല്ലൊരു പാർട്ടി, കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്നത് നല്ലൊരു കമ്മ്യൂണിസം തന്നെയാണ്. എനിക്കും ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ പാർട്ടിയും വിശ്വാസവും സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഈ മറുപടി അയക്കുമ്പോൾ അത്യാവശ്യം മാന്യത, അത് നിങ്ങളുടെ സംസ്കാരത്തിനെയും നിങ്ങളുടെ കുടുംബ മഹിമയും നിങ്ങളുടെ മറ്റുള്ള രീതികളൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. നിങ്ങൾ മോശം പറയുമ്പോൾ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് നേരെയാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. ഇത്തരത്തിലാണോ നിങ്ങളുടെ പ്രവർത്തനം, ഇത്തരത്തിലാണോ നിങ്ങളുടെ പ്രവൃത്തി എന്നൊക്കെ ഉള്ളത് നമുക്ക് ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് മെസ്സേജുകൾ മാന്യമായ രീതിയിൽ അയക്കാൻ ശ്രമിക്കുക, അതിനി ആരാണെങ്കിലും. പിന്നെ ഇപ്പോൾ നമ്മളെ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇപ്പോൾ അതുല്യ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അന്വേഷിച്ചത് നിന്ന് പബ്ലിക് ഒപ്പീനിയനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോർപ്പറേഷൻ BJP കൊണ്ടുപോകും. അതെ, ഒരുപാട് പോസിബിലിറ്റീസ് കാണുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഒരു കേരളത്തിലുള്ള ഒരു BJPയുടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വളർച്ച എന്ന് പറയുന്നത് അത് നമുക്ക് ഒരിക്കലും നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. 34 സീറ്റാണ് കഴിഞ്ഞ തവണ പിടിച്ചിരുന്നത്. 35 അതിൽ ഒരെണ്ണം പോയിട്ട് 34 സീറ്റ് അവർക്കുള്ളതാണ്. അതിപ്പോൾ ഒരിക്കലും നമുക്ക് വില കുറച്ച് കാണാൻ പറ്റില്ല. കാരണം ഒരു സമയം വരെ CPM കോൺഗ്രസ് എന്നുള്ള ഒരു രീതിയിൽ മാത്രം പോയിക്കൊണ്ടിരുന്ന നമ്മുടെ കേരളത്ത്, അതും നമ്മുടെ തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷനിലാണ് ഈ ഒരു രീതിയിലുള്ള ഒരു മാറ്റം വന്നത്. അപ്പം ഒരിക്കലും നമുക്ക് BJPയുടെ വളർച്ച കുറച്ച് കാണാൻ പറ്റില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖറും കോൺഗ്രസിന്റെ ശശി തരൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ഒരു സമയത്ത് എനിക്ക് പോലും തോന്നിപ്പോയി തരൂര് തോറ്റുപോകുമോ എന്നുള്ള രീതിയിൽ പോലും ചിന്തിച്ചതാണ്. കാരണം എനിക്ക് തോന്നുന്നു ഒരു ഭൂരിഭാഗം സീറ്റിലും ഈ നിയമസഭ അത് പോയതിനു ശേഷം നിയമസഭാ സീറ്റല്ല, തദ്ദേശ മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഭൂരിഭാഗം സീറ്റിലും ലീഡ് ഉണ്ടായിരുന്നത് BJPക്കാണ്. നമുക്കറിയാം 100 101 സീറ്റാണ് നമ്മുടെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വരുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു 79 സീറ്റിലെങ്ങോ നമ്മുടെ രാജീവ് ചന്ദ്രശേഖറിനായിരുന്നു പാർലമെന്റ് ഇലക്ഷനിലെ ലീഡ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തീരദേശത്തോട്ട് പോയപ്പോഴാണ് ശതമാനവും എല്ലാം കുറഞ്ഞത് അങ്ങനെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത്രയും സീറ്റിൽ അവർക്ക് ലീഡ് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞെങ്കിൽ വാർഡ് തിരിച്ചുള്ള കണക്ക് നോക്കുമ്പോൾ ചെറിയൊരു കാര്യമല്ല. എതിരാളിയുടെ ബലം കണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, അല്ലാതെ വായിലൂടെ ഉള്ള ഈ അളിഞ്ഞ സംസാരം അല്ല നമുക്ക് വേണ്ടത്. നമ്മൾ പ്രവർത്തനത്തിലൂടെ അവരോട് കാരണം അവര് വിജയിച്ചു വന്നിരിക്കുന്നത് വെറുതെ അല്ല, ഇതിലൊന്നും അല്ല, 3-4 സീറ്റിലുണ്ടായിരുന്നതാണ്. അതെ, ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അവര് വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടീനെ കാട്ടി അവരുടെ പേര് പറയുന്നില്ല, പാർട്ടിയെക്കാട്ടിയും നല്ലത് ചെയ്യുന്നുണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു വീണ്ടും ആളുകൾ BJPയെ തിരഞ്ഞെടുക്കുന്നത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. പിന്നെ ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ ഞാനും പബ്ലിക് ഒപ്പീനിയൻ എടുത്തപ്പോൾ കുറച്ച് പേര് പറഞ്ഞിരുന്നു കോൺഗ്രസിനൊരു സാധ്യത കാണുന്നുണ്ടെന്ന്. പക്ഷെ എനിക്ക് കോൺഗ്രസ് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ ഒരു 10 സീറ്റ് ആണെങ്കിൽ അത് ഒരു 10 സീറ്റും കൂടെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം ഇപ്പൊ 10 വർഷത്തിലധികമായിട്ട് നമ്മുടെ നിയമസഭ, നമ്മുടെ കേരളം ഭരിക്കുന്നത് ഇടത് സർക്കാർ തന്നെയാണ്. ശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് CPMന് കിട്ടണ്ട എന്ന് ചിന്തിക്കുന്നവർ കോൺഗ്രസിന് ഇടാനുള്ള ചാൻസ് ഉണ്ട്. അവിടെയും നമുക്ക് BJPനെ തള്ളിക്കളയാൻ പറ്റില്ല. കോൺഗ്രസും CPMും മാറി ഒരുപാട് വർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ ഭരിച്ചിട്ടും എന്താണ് അവർ ചെയ്തതെന്ന് ചോദിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഞങ്ങളുടെ പബ്ലിക് ഒപ്പീനിയൻ എടുത്ത് നോക്കി തന്നെ അറിയാം, രണ്ടുപേരും മാറി ഭരിച്ചിട്ട് എന്ത് വികസനമാണ് ഉണ്ടായതെന്ന് ചോദിക്കുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട്. അപ്പം ഈ CPMന്റെ ഉള്ള ഈ ഒരു ഭരണത്തിൽ മടുത്ത് പലരും പറയുന്നുണ്ട് കോൺഗ്രസിനായിരിക്കും ആ വോട്ട് പോവാന്ന്, മറിച്ച് BJPക്ക് പോവാനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. വീണ്ടും പറയുന്നവരെന്താണെന്ന് അറിയാമോ, അവര് പാർട്ടിയെ വിശ്വസിച്ചു, അയ്യോ ഇത് പാർട്ടിക്ക്, അത് പലരും ഇപ്പം നിങ്ങൾ കാണുന്ന ഈ പൊതു സംസാരത്തിലൂടെ അല്ല, അവർ മൈക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. അവർ പറയുന്നത് ഞങ്ങളിത് മൈക്കിലൂടെ നിങ്ങളുടെ കൂടെ ന്യൂസിൽ ഇത് പറയാത്തതാണ്, പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കെതിരെ പാർട്ടി എന്തെങ്കിലും പറയുകയോ സംസാരം വരികയോ ചെയ്യും. ഒരുപാട് പേര് അത് പറയുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഒരിക്കലും ഒരു പാർട്ടിയും ഞങ്ങൾക്ക് കളയാൻ പറ്റില്ല. കാരണം നിങ്ങളാണ് ഞങ്ങളെ വളർത്തുന്നതും ഞങ്ങൾ നിങ്ങളെയും വളർത്തുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അല്ലേ, ഒരു മാധ്യമക്കാരെന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ, നിങ്ങളിലുള്ള പലവർക്കും പല ന്യൂസും പുറത്തോട്ട് പറയണം. നമ്മളെപ്പോലുള്ള മാധ്യമക്കാർ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചർച്ചകൾ ജനങ്ങളിലേക്ക് എത്തുമോ? ഇല്ല. അപ്പോൾ അവർക്കൊരു മാന്യത അത് നിങ്ങൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളിലും നമ്മൾ വേറെ മോശമായിട്ടൊന്നും നിങ്ങൾ ആരും സംസാരിക്കുമ്പോൾ പറയുന്നില്ല, ഇല്ലേ? പലരും നിങ്ങളുടെ ആൾക്കാർ, ഞാൻ പറഞ്ഞില്ലേ, ആരും പരസ്യമായിട്ടല്ലെങ്കിൽ പോലും രഹസ്യമായിട്ട് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കും. ഇതിപ്പോ ഞങ്ങൾക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, നമുക്ക് ആര് വന്നാലും ഒരുപോലെ. തദ്ദേശ ഇലക്ഷനിൽ മാത്രമല്ല ചേച്ചി, ഞാൻ ചോദിച്ചപ്പോൾ നിയമസഭയിലും നമ്മുടെ കേരളം പിടിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരുപാട് സീറ്റ് ഇത്തവണ BJPക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്.
അതായത് ഒരു പ്രതിപക്ഷം എന്നുള്ളൊരു രീതിയിലോട്ടൊക്കെ എത്താനായിട്ട് ചാൻസ് ചിലരെങ്കിലും പറയുന്നുണ്ട് ചേച്ചി. ആ ഒരു രീതിയിൽ പതുക്കെ 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 നല്ലൊരു പ്രതിപക്ഷമായിട്ട് മാറാനായിട്ട് BJP പോലും അതില്ല. ഈ 34 സീറ്റ് പിടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, അത് ഒന്നുമല്ലാതിരുന്നതാണ്. BJP ഒന്നുമല്ലാതെ വളരെ മോശമെന്നല്ല പറഞ്ഞത്, വളരെ കുറച്ച് അവരെ കൊണ്ടൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ കേരള ജനത അവരെ തള്ളി കളയുമെന്ന് പറഞ്ഞ കേരളത്തിലാണ് ഇന്ന് 34 സീറ്റ്. അത് മാത്രമല്ല ഒരു MP ഉണ്ടായിട്ടുണ്ട്, MLA ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രവർത്തനങ്ങൾ നല്ലതാക്കൂ. ഈ മോശം സംസാരത്തിലൂടെ അല്ല പ്രവർത്തനങ്ങൾ നല്ലതാക്കേണ്ടത്. കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കൂ. നമ്മുടെ പോയ കാലം കുറച്ച് ഒരു ഇതായിപ്പോയി. നമ്മൾ ഇനി കുറച്ചും കൂടെ നല്ല രീതിയിൽ അതായത് ഭരണകർത്താക്കളെ മാത്രമല്ല നമ്മൾ പറയുന്നത്, ഈ ഭരണകർത്താക്കളെ കുറച്ചും കൂടെ പേര് ദോഷം കേൾപ്പിക്കുന്നത് നിങ്ങളെപ്പോലുള്ള അണികൾ തന്നെയാണ്. കാരണം നിങ്ങളിങ്ങനെ പറയുമ്പോൾ നമ്മളും അങ്ങനെയല്ലേ കാണുള്ളൂ അല്ലേ? അപ്പം അതുകൊണ്ട് അതല്ല. പിന്നെ ജനങ്ങളും ചിലപ്പോൾ അവർക്കും എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ അവരും പറയുന്നത് ഒരു മാറ്റം വരട്ടെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ആ രീതിക്ക് ചിന്തിക്കുക, അല്ലാതെ ഇതിനെ വേറെ ഒന്നുമായിട്ട് കാണണ്ട. ഇതിപ്പോൾ നമ്മൾ പറയുന്നത് പോലെയൊന്നുമല്ല. ഇലക്ഷൻ കഴിയുമ്പോൾ എന്താണ്, ചിലപ്പോൾ ഇത് മാറി മറിഞ്ഞു വരാം, ചിലപ്പം എന്താണെന്നൊന്നും ജനങ്ങളാണ് അന്നത്തെ ഒരു ദിവസത്തെ, നമ്മൾ പറയുന്നത് ഒരു ദിവസത്തെ രാജാക്കന്മാരാണ് നമ്മുടെ ജനങ്ങൾ. മാത്രമല്ല ചേച്ചി, എനിക്ക് ഒന്ന് ഈ BJP ജയിക്കുമെന്ന് CPM-ഉം കോൺഗ്രസും ഒരു രീതിയിൽ ഭയക്കുന്നുണ്ടെന്ന് വേണം പറയാൻ. അതുകൊണ്ടാണല്ലോ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുക മാത്രമല്ല, ഇലക്ഷൻ ആയപ്പം ഒരുപാട് ആത്മഹത്യ, കത്തുകൾ പുറത്തു വരിക, വോയിസ് ക്ലിപ്പുകൾ പുറത്തു വരിക, അതൊക്കെ ഈ ഒരു സമയത്ത് വരുമ്പം സാധാരണക്കാർക്കൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. BJP ആരൊക്കെയോ ഭയക്കുന്നുണ്ട്. അവര് നമ്മുടെ തിരുവനന്തപുരത്തുള്ള കോർപ്പറേഷൻ പിടിക്കുമോ എന്ന് ആരൊക്കെയോ ഭയക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ജനങ്ങളെ BJP ഏറ്റെടുത്തു എന്നതിന്റെ തെളിവ് തന്നെയാണ്. ഇനിയിപ്പോ ഏതാനും ദിവസങ്ങളേ ഉള്ളൂ ഇതിന്റെ ഒരു തീരുമാനം അറിയാനായിട്ട്. അപ്പൊ നമുക്ക് അതിനു വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക, രീതികൾ നല്ല പ്രവർത്തനങ്ങളും നല്ല ഇടപെടലുകളിലൂടെയും നല്ലതായിട്ട് ആളുകളോട് പെരുമാറാൻ പഠിക്കുക. അത് വീട്ടിൽ നിന്നായിരുന്നാലും ശരി, സമൂഹത്തിലായിരുന്നാലും ശരി, വ്യക്തികളായ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അടുത്ത ഭരണം എങ്ങനെയായിരിക്കണം എന്നുള്ളത്. എന്തായാലും ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാർ സ്ഥാനാർത്ഥികളെ മാത്രം തിരഞ്ഞെടുക്കുക. നല്ലൊരു കോർപ്പറേഷൻ ഭരണം ഇത്തവണയെങ്കിലും കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തീർച്ചയായിട്ടും. അതിന് നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ വോട്ട് വെറുതെ പാഴാക്കി കളയാതെ ആര് നമുക്കിപ്പോ നല്ല പ്രവർത്തിക്കുമെന്ന് അറിയാവുന്ന വ്യക്തിനെ മാത്രമേ ചെയ്യിപ്പിച്ചിട്ടേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കാര്യമുള്ളൂ. അപ്പൊ അതിന് ആരാണോ ഏറ്റവും നല്ല സ്യൂട്ട്, വികസനം ആരായിരിക്കും നല്ല രീതിയിൽ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, അവിടെ പാർട്ടിയോ ഒന്നും തീരുമാനിക്കാം, അത് സെലക്ട് ചെയ്യാൻ. നമ്മളാണ് ജീവിക്കുന്നത്. ഈ ഒരു ദിവസം ഇലക്ഷൻ കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞിരുന്നാൽ നമ്മൾ സാധാരണക്കാർക്ക് ജീവിക്കേണ്ടതാണ്. അതിപ്പോൾ ഇടത് വന്നിരുന്നാലും വലത് വന്നിരുന്നാലും BJP വന്നിരുന്നാലും നമ്മൾ കഷ്ടപ്പെട്ടാലേ നമ്മൾ ജീവിക്കുകയുള്ളൂ. അതൊക്കെ ഒരു സത്യം തന്നെയാണ്. പക്ഷേ നമ്മളൊരു കാര്യം ചെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുകയോ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്ന ഒരു പാർട്ടിയെ വിജയിപ്പിക്കുക. അത് ആരാണെങ്കിലും ശരി, അവരെ വിജയിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇപ്പോൾ നിങ്ങളടുത്ത്. എന്തായാലും ഇതുപോലുള്ള നല്ലൊരു വിഷയവുമായി വീണ്ടും വരേക്കും. ബൈ.